അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അടുത്തത് ഹജ്ജാണ്. ഹജ്ജിൽ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. കാരണം തവാഫ്, സഅയ്, ഇഹ്റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉംറന്റെ ഭാഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് ഹജ്ജിന്റെ ഫദ്ലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞു പോയതുണ്ട്. അതില്ലാത്ത, അന്നേരം പരാമർശിച്ചിട്ടില്ലാത്ത ഹജ്ജുമായി മാത്രം ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞൊക്കെ ഇവിടെയും ബാധകമാണ്. അതല്ലാതെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഹജ്ജ് അത് ജിഹാദാണ് എന്നത് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നബിനോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ വിശ്വസിക്കുക, നബിയിൽ വിശ്വസിക്കുക. അപ്പോ ചോദിച്ച ആള് പിന്നെ ഏതാണ് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. അപ്പൊ അടുത്ത ചോദ്യം സുമ്മ മാദാ, പിന്നെ ഏതാണ്? ഖാല ഹജ്ജുൻ മബ്റൂർ. ഇത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മബ്റൂറായ ഹജ്ജ് ആകുന്നു. മബ്റൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിർറ്, മബ്റൂർ പുണ്യമുള്ള അല്ലെങ്കിൽ പുണ്യം നൽകപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷേ ഹദീസ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥം മഖ്ബൂൽ എന്നാണ്. ന്യൂനതകളില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ്, അതാണ് പിന്നെ ശ്രേഷ്ഠമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ജിഹാദാണ്, പിന്നെ സ്വീകാര്യയോഗ്യമായ മബ്റൂറായ ഹജ്ജ് എന്ന് ഹജ്ജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതേപോലെ ഹജ്ജ് ജിഹാദാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? മോളതും അതന്നെയാണ് ചോദ്യം, ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അതുകൊണ്ട് ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെയോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല എന്ന് പറഞ്ഞാൽ യുദ്ധം ആണ് ഇവിടെ ജിഹാദ് ഉദ്ദേശിച്ചത്. യുദ്ധം അല്ലാത്തതും ജിഹാദ് ഉപയോഗിക്കാറുണ്ട്. ഇല്ല എന്ന് നബി പറഞ്ഞു. എന്നാൽ ലാക്കിൻ അഫ്ദൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, നിങ്ങൾക്ക് യുദ്ധമല്ല, എന്നാൽ നിങ്ങൾക്കുള്ള ജിഹാദ് ഏതാണ്? സ്ത്രീകൾക്കുള്ള ജിഹാദ് മബ്റൂറായ ഹജ്ജാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ പുരുഷന്മാർക്ക് യുദ്ധം എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ ജിഹാദാണ്, ആദ്യത്തെ ഹദീസിൽ നിന്ന് കിട്ടും. പിന്നെ സ്ത്രീകൾക്കും ജിഹാദ് ഉണ്ട്. അത് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഇത് ആയുധമെടുത്തുള്ള യുദ്ധം സ്ത്രീകൾക്ക് ബാധകമല്ല. ഇത് പടക്കളത്തിൽ ഇറങ്ങിയിട്ട് നേരെ മറിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് പ്രതിരോധിക്കുക. നമ്മൾ യുദ്ധം തന്നെ രണ്ടെണ്ണം ഉണ്ട് പണ്ഡിതന്മാർ ശരിച്ച്. ഒന്ന് ജിഹാദു ത്വലബ്, രണ്ടാമത്തെ ജിഹാദു ദഫ്അ്. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കുക. അത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും നിർബന്ധമാണ്. ഇവിടെ നബി സ്ത്രീകൾക്കുള്ള ശ്രേഷ്ഠമായ ജിഹാദ് എന്നത് മബ്റൂറായ ഹജ്ജാണ് എന്നാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതേ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാൻ പറ്റും. വേറെ ഒരാള്, ഒരു പുരുഷൻ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഞാൻ അല്പം ഭീരുവാണ്, ഞാൻ ദുർബലനുമാണ്. എന്നാൽ യുദ്ധത്തിന് കഴിയില്ലാർത്ഥം. അപ്പൊ നബി പറഞ്ഞു, അലാ അദുല്ലുക അലാ ജിഹാദിൻ ലാ ഷൗക, ഷൗക്കത്തില്ലാത്ത, ഷൗക്കത്തിന് മുള്ള് നിർത്തണ്ട്, ശക്തി നിർത്തണ്ട്. ശക്തി ആവശ്യമില്ലാത്ത ഒരു ജിഹാദ്, അല്ലെങ്കിൽ മുള്ളു എന്ന് പറയുമ്പോൾ പ്രയാസമില്ലാത്ത ഒരു ജിഹാദ് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതെ എന്ന് പറഞ്ഞപ്പോ നബി അൽ ഹജ്ജു, അത് ഹജ്ജാണ്. അപ്പൊ പുരുഷനോട് പറഞ്ഞിട്ടുണ്ട്, നബിന്റെ ഭാര്യ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്, ശ്രേഷ്ഠമായ ജിഹാദ് ഹജ്ജാണ്. ആരോഗ്യമുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം നടത്തുക എന്ന ജിഹാദാണ് ശ്രേഷ്ഠമായത്. അല്ലാത്ത ദുർബലന്മാരായ പുരുഷന്മാരും പിന്നെ സ്ത്രീകളും ഇതുപോലെ തന്നെയാണല്ലോ, യുദ്ധം എന്ന രംഗത്ത് ദുർബലരാണ്. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടർക്കും ഹജ്ജ് ഒരു ജിഹാദാണ്. ആദ്യം പറഞ്ഞതിൽ അഫ്ളലു അമലാണ്. പിന്നെ നേരത്തെ നമ്മൾ ഉംറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കഫാറത്താണ്. അതുപോലെ തന്നെ സ്വർഗമുണ്ട്, പാപത്തിൽ നിന്ന് മുക്തിയുണ്ട്, പാപത്തെ ഒഴിവാക്കി സ്ഫുടം ചെയ്യുന്നു, ഭക്ഷണവിശാല നൽകുന്നു. അതിനൊക്കെ പുറമെ ഉംറയുമായി ബന്ധപ്പെടാതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത 121 നമ്പർ ഹദീസ്, അംറുൽ ആസ്. അംറുൽ ആസിന്റെ പേര് കേൾക്കാത്താക്കാണ്ടാവില്ല. അംറുൽ ആസ് വളരെ തന്ത്രശാലിയായിരുന്നു, നയതന്ത്രജ്ഞനാണ്, യുദ്ധതന്ത്രജ്ഞനാണ്, ധീരനാണ്. ഇതൊക്കെയാണ്. പല യുദ്ധങ്ങളിലും പങ്കെടുത്തു, പക്ഷെ രക്തസാക്ഷി ചെയ്യാൻ ഒരു അവസരം ഉണ്ടായില്ല. അങ്ങനെ പിന്നെ സാധാ മരണം മരിച്ചിട്ടുള്ള പ്രമുഖ നല്ല സൂത്രശാലിയും പിൽക്കാലത്തുണ്ടായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഒരു പക്ഷത്ത് നിൽക്കുകയും പിന്നീട് മരണസമയത്ത് അതൊക്കെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ 3 ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്റെ ജീവിതത്തിലെ 3 ഘട്ടങ്ങൾ, ഒന്ന് ജാഹിലിയത്ത്, 2 നബിന്റെ കാലഘട്ടം, 3 നബിന്റെ ശേഷം ജീവിച്ച സഹാബത്തിന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളിലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് നാളെ എവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം കരയുന്ന ഒരു രംഗമുണ്ട്, മരണരംഗം. ആ അംറുൽ ആസ് മുസ്ലിം ആകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്ന് നബിയോട് അദ്ദേഹം പറയാൻ, എന്റെ മനസ്സിലേക്ക് അള്ളാഹു ഇസ്ലാമിനെ ഇട്ടു തന്നപ്പോൾ ഞാൻ നബിന്റെ അടുക്കൽ ചെന്നു എന്ന് നബിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ നിങ്ങളുടെ കൈ നീട്ടുക, ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം. നബിനോട് കൈ നീട്ടാൻ ആവശ്യപ്പെടുക. അപ്പൊ നബി കൈ നീട്ടി. കൈ നീട്ടിയപ്പോ അംറുൽ ആസ് കൈ ഇങ്ങോട്ട് വലിച്ചു. അപ്പൊ നബി ചോദിച്ചു, മാലക്കയ അംറു,
എന്താ അമ്രെ നിനക്ക് എന്നാൽ നീ കൈനീട്ടാൻ പറഞ്ഞു, ഞാൻ കൈപിടി അങ്ങോട്ട് കൈവലിക്കുന്നത്? അപ്പൊ അംറുൽ ആസ് പറഞ്ഞു, എനിക്ക് ചില നിബന്ധനകൾ വെക്കാനുണ്ട്. എന്തിന്? മുസ്ലിമായി നബിയോട് ബൈഅത്ത് ചെയ്യാൻ നിബന്ധന. നബി ചോദിച്ചു, എന്ത് നിബന്ധനയാണ് നിനക്കുള്ളത്? അപ്പോ അദ്ദേഹത്തിന് പറയാനുള്ള ഒരേ ഒരു നിബന്ധന, ഞാൻ മുസ്ലിമായാൽ അൻ യുഗ്ഫറ ലി, എന്റെ പാപം എനിക്ക് പൊറുക്കപ്പെടണം. അപ്പൊ അദ്ദേഹത്തിന് ബേജാറ്. ജാഹിലിയത്ത്, നേരത്തെ പറഞ്ഞ റിയാസാലിനടക്കമുള്ള ഹദീസാണത്. ജാഹിലിയത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ നരകമാകുമായിരുന്നു. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആള് നബിയായിരുന്നു. അത്ര വെറുപ്പുള്ള മനുഷ്യനൊക്കെ ഉണ്ടായിരുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ ഞാൻ മുസ്ലിമായി. മുസ്ലിമായപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൂന്നാമത്തത് അതിനുശേഷം ജീവിച്ച കാലഘട്ടമാണ്. അതിൽ പല പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ചെറുതിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നു. ഞാൻ ഇനി നരകത്തിലാണോ സ്വർഗത്തിലാണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ ചിരിഞ്ഞു കിടന്നിട്ട് കരഞ്ഞ അദ്ദേഹം മകനോട് പറയുന്ന രംഗം. അപ്പൊ ഇവിടെ ഈ രണ്ടാം ഘട്ടത്തിലാണ്, വിശ്വസിച്ചാൽ എനിക്ക് പാപം പൊറുക്കപ്പെടുമോ? അതാണ് നിബന്ധന വെക്കാനുള്ളത്. ഞാൻ മുസ്ലിം ആയാൽ എന്റെ പാപം പൊറുക്കപ്പെടണം. അപ്പൊ നബി അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല നിനക്കറിഞ്ഞുകൂടെ അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിന്റെ മുമ്പുള്ളതിനെയൊക്കെ പൊളിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഒരാൾ വെറുതെ വലിയ മാപ്പിളായിട്ട് ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ജീവിച്ച കാര്യമില്ല. അത് വേറെ ഹദീസ് പറയുന്നു. മുസ്ലിമായി അതിന് ശേഷം ഇസ്ലാമായി ജീവിക്കുകയാണെങ്കിൽ അവൻ പണ്ടുകാലത്ത് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അള്ളാഹു പൊളിച്ചു കളയും. ഇസ്ലാം യഹ്ദിമു മാ ഖബ്ല എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തതിന്റെ പേരിൽ ഒരു കുറ്റവും അവനുണ്ടാവില്ല. കാരണം എന്താ? ഇസ്ലാമോട് കൂടി എല്ലാം പൊറുക്കപ്പെട്ടു. എന്നിട്ട് നബി അതോടൊപ്പം പറഞ്ഞു, അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, ഇനി ഹിജ്റ പോയാൽ ഹിജ്റ അതിന്റെ മുമ്പ്, ഹിജ്റന്റെ മുമ്പ് മുസ്ലിം ആയപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹിജ്റ പൊളിച്ചു കളയും എന്നെനിക്ക്. ഹദമ തന്നെ ശരിക്കും പൊളിക്കുക, കെട്ടറൊക്കെ പൊളിക്കുക, പൊളിഞ്ഞു വീഴുക, അങ്ങനെ പൊളിച്ചു മാറ്റും എന്നെനിക്ക് അറിഞ്ഞുകൂടെ? അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് മുമ്പുള്ളതിനെ പൊളിച്ചു കളയും എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഒന്ന് ഇസ്ലാം, രണ്ട് ഹിജ്റ, മൂന്ന് ഹജ്ജ്. ഇവിടെ അദ്ദേഹത്തിന് ചോദ്യതാണ്. ഈ മൂന്ന് കാര്യം ഇവിടെ പറഞ്ഞു. മൂന്നും മുമ്പത്തേനൊക്കെ പൊളിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതാ. ഒരാൾ ഇസ്ലാമായി, പിന്നെ ഹിജ്റ പോയി, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ബാധകമാണ്. പിന്നെ ഹജ്ജ് ചെയ്താൽ അതുവരെ ചെയ്തതൊക്കെ പൊളിച്ചു കളയും എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഉപയോഗിച്ച വാക്കുകൾ മനസ്സിലാക്കുന്നുണ്ട്. പൊളിക്കുക എന്നാണ്. മുമ്പത്തതിനൊക്കെ അത് പൊളിച്ചു കളയുന്നു, നിലവിലില്ല, ഇല്ലാതെയാക്കി. അത്രക്ക് ശക്തി ഹജ്ജിനുണ്ട് എന്നാണ്. കാരണം അത് ജീവിതത്തെ പരിവർത്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. ആ മാറ്റം എല്ലാവരും ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അതുപോലെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അവന് സ്വർഗമല്ലാതെ പ്രതിഫലം വേറെ ഒന്നും ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞാണ്. കൊടുക്കാൻ പറ്റിയ പ്രതിഫലം എന്താ? അവന് സ്വർഗം കൊടുക്കുക എന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഉംറയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ പെടാത്ത, ഹജ്ജുമായി മാത്രം ബന്ധപ്പെടുന്ന ചില സംഗതികളാണ്. അവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. ഇതാണ് ഹജ്ജിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി തവാഫ്, അതുപോലെ തന്നെ തൽബിയത്ത്, സഅയ്, മുടികളയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടിലും ഉള്ളതുകൊണ്ട് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് പിന്നെ നേരത്തെ എത്തിയ ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ തമത്തുവായി ഉംറ വെച്ച ആളുകളാണെങ്കിൽ അവർ ഉംറ കഴിഞ്ഞു, തഹല്ലുലായി. ഖിറാനായി രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തവാഫും സഅയും കഴിഞ്ഞു, ഇഹ്റാമിൽ തന്നെയാണ്. ഹജ്ജ് മാത്രം നിർവഹിക്കുന്ന മുഫ്രിദായ ഇഫ്രാദിന്റെ ആളുകളാണെങ്കിൽ അവർ വന്നു, തവാഫ് ചെയ്തു, ഇഹ്റാമിൽ നിലനിൽക്കുന്നു. അങ്ങനെ ദുൽഹിജ്ജ 8, 8, 9, 10, 11, 12, 13 6 ദിവസങ്ങളാണ് ഹജ്ജിന്റെ ദിവസങ്ങളായി ഉള്ളത്. ഈ 8 പറയുന്ന പേര് യൗമു തർവിയ എന്നാണ്. തർവിയ എന്ന് പറഞ്ഞാൽ ശരിക്കും തീർക്കുന്ന, ദാഹശമനം നടത്തുന്ന ദിവസം എന്നാണ്. അതായത് 8ന്റെ അന്ന് തുടർന്നുള്ള 6 ദിവസങ്ങളിലേക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നു എന്നതുകൊണ്ടാണ് യൗമു തർവിയ, ദാഹം ശമിപ്പിക്കുന്ന ദിവസം. എല്ലാ കാര്യങ്ങളും ശേഖരിക്കണം. ഇന്നത്തെ മാതിരിയല്ലല്ലോ. അന്ന് ഒക്കെ തേടി പിടിച്ചുണ്ടാക്കിയ വാങ്ങാൻ കിട്ടാൻ അപൂർവമാണ്. അങ്ങനത്തെ ഒരു കാലാണ്. അതുകൊണ്ട് അതിന് നൽകപ്പെട്ട പേരാണ് യൗമു തർവിയ എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ആ പേരിന്റെ അർത്ഥപ്രകാരം വിശദീകരിച്ചിട്ടുള്ളത്. ആ ദിവസം മുതൽ ഹജ്ജ് ആരംഭിക്കുന്നു. നേരത്തെ പറഞ്ഞ 3 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇഹ്റാം പ്രവേശിക്കേണ്ടത്. നമ്മൾ നാട്ടിൽ പോകുന്ന ആളുകൾ പോലെ. തമത്തുൾ, നമ്മൾ ഉംറ കഴിഞ്ഞു, തഹല്ലുലായി, നമ്മൾ ഇഹ്റാമിലല്ല, അപ്പൊ ഇഹ്റാം കെട്ടണം. ഈ ഇഹ്റാമിന് വേണ്ടി മീഖാത്തിൽ പോകേണ്ടതില്ല. നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട്, ഹറമിന്റെ പരിധിക്ക് ഉള്ളിലുള്ളവൻ ഹൈദു അൻസ, അവൻ എവിടെയാണോ ഉള്ളത്, താമസിക്കുന്നത്, അവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാം കെട്ടേണ്ടത്. ഉംറക്കാണെങ്കിൽ ഹില്ലിലേക്ക് പോകണോ പോകേണ്ട 2 അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ അത് ഉംറക്കാണ്. ഇവിടെ ഹജ്ജിന്റെ കാര്യത്തിൽ ഇത് ആൾക്ക് തർക്കമല്ല. ആരും അപ്പുറത്തേക്ക് പോകണമെന്ന് ആരും പറയില്ല. കാരണം ഹദീസ് തന്നെ വ്യക്തമാണ്. ഹദീസിൽ ഹജ്ജ് ഉംറയും പറഞ്ഞിട്ടുണ്ട്. നബി അങ്ങനെ തന്നെയാണ് ഇഹ്റാം കെട്ടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈ പറയുന്ന ദിവസങ്ങളിൽ വന്ന് ഉംറ നിർവഹിച്ച് മദീനയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ, കുറച്ചുള്ളൂ, 4-5 കിലോമീറ്റർ ദൂരെ
വരുന്ന ബത്ഹ. മീഖാത്തിലേക്കും പോണ്ട, ഹറമിന്റെ പരിധിക്ക് പുറത്തും പോകേണ്ടതില്ല. താമസിക്കുന്ന നമ്മളെ റൂമിൽ നിന്ന് ഇഹ്റാം കിട്ടുക. ഇഹ്റാമിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഇവിടെ പറയുന്നില്ല, നേരത്തെ നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഇവിടെ പിന്നെ മീഖാത്തില്ല, താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കുളിച്ച് പുരുഷന്റെ വസ്ത്രവും സ്ത്രീ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അവിടെ പിന്നെ എന്താണ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തനെങ്കിൽ അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് പറയുക. കാരണം അവിടെ ഉംറല്ല, ഹജ്ജ് മാത്രമാണ്. അപ്പൊ ആ വാക്ക് പറയുന്നു. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഹറാമായ കാര്യങ്ങളൊക്കെ ഇവിടെയും ഹറാമാണ്, കാരണം ഇഹ്റാമിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ മുതൽ അങ്ങോട്ട് മുഴുവൻ തൽബിയത്താണ്. 8, 9, 10 അന്ന് ജംറത്തുൽ കുബ്ര, മൂന്നാമത്തെ ജംറയിൽ കല്ലെറിയുന്നത് വരെ തൽബിയത്തുണ്ട്. പിന്നെ ആ ദിവസങ്ങളിൽ പെരുന്നാളിന്റെ കൂടി ദിവസങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള മുഖയ്യദല്ലാത്ത മുത്ലഖായ തക്ബീറിന്റെ ദിവസങ്ങളിൽ നിലക്ക് തക്ബീറും ചെല്ലാം. അപ്പൊ തക്ബീർ ചെല്ലിയവരുണ്ടായിരുന്നു, തൽബിയത്ത് ചെല്ലിയവരുണ്ടായിരുന്നു എന്നൊക്കെ ഹരീതുകൾ വന്നിട്ടുണ്ട്. പക്ഷെ തൽബിയത്ത് ഈ പറയുന്ന നാമത്തെ ജംറയിൽ 10 അന്ന് ഏറിടുന്നത് വരെ തൽബിയത്ത് തുടരുക എന്നത് സുന്നത്താണ്. തക്ബീറുമാകാം. ഒക്കെ തൽബിയത്തിന്റെ പ്രാധാന്യവും തൽബിയത്തിനുള്ള ഒരുപാട് സമയങ്ങളും, അതായത് 3 ദിവസം മുഴുവനായി നമുക്ക് ലഭിക്കുന്നു. പിന്നെ മക്കയിൽ നിന്ന് അസീസിയ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഇറാൻ കിട്ടുന്നു. അസീസിയ തന്നെ ഒരുപാട് വിശാലമായ സ്ഥലങ്ങളാണ്. എവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നൊക്കെ ഇറാൻ കിട്ടിയതിന് ശേഷം എങ്ങോട്ട് പോകണം? മിനയിലേക്ക് പോകണം. വൈകുന്നേരം ആകുന്നതിന്റെ ഇടക്ക് എവിടെ എത്തിയാൽ മതി? മിനയിലെത്തിയാൽ മതി. അവിടെ അന്ന് രാപ്പാർക്കുക എന്ന് തന്നെ രാപ്പാർക്കൽ എന്ന് പറഞ്ഞാൽ പെടുവല്ലേ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. 10, 11, 12 മാത്രമാണ് ഉദ്ദേശിച്ചത്, അല്ല ഇതും ആ വുജൂബിൽ പെടുവോ? അത് തർക്കമുള്ള വിഷയം. ഏതായിരുന്നാലും അന്ന് അവിടെ എത്തിയാൽ മതി. പക്ഷേ നബി പോയതും അങ്ങനെയാണ്. വൈകുന്നേരമാകുമ്പോഴേക്ക് മിനയിലെത്തുക കേട്ടിട്ടുണ്ടെന്ന്. ഇന്ന് സർക്കാർ ഗ്രൂപ്പിലും പ്രൈവറ്റ് ഗ്രൂപ്പിലും പോകുന്ന ആരായിരുന്നാലും ശരി, ഇപ്പൊ നടക്കണത് എന്താണ്? 7-ന്റെ അന്ന് രാത്രി തന്നെ ആട്ടി തെളിച്ചു കൊണ്ടുപോകും. നിൽക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ബസ് വരുന്നുണ്ടാവും, ഓരോ ബിൽഡിംഗ് നിന്ന് വിളിച്ചുകൊണ്ടിട്ടുണ്ടാവും. റൂമിലൊക്കെ വന്ന് വിളിച്ച് നല്ല നേരത്തെ അറിയിപ്പെടും, ഇന്ന സമയം ഇറങ്ങിക്കണം. കുറെ ചിലപ്പോൾ കാത്തുകണ്ടിണ്ടാവും. ഏതായിരുന്നാലും നബി ചെയ്ത സുന്നത്തനുസരിച്ച് 8-ന് പോവുക എന്ന സുന്നത്ത് കിട്ടൂല. തലേന്ന് രാത്രിയും ആ ദിവസത്തിൽ പെട്ടതാണ്. മഗ്രിബായാല് 8 ആയല്ലോ. പക്ഷെ നബി അപ്പം പോയിട്ടില്ല, നബി പകലാണ് പോയത്. നബിന്റെ ആ സുന്നത്ത് കിട്ടൂല. അത് നമ്മൾ കുറ്റക്കാരല്ല. കാരണം എന്താ? സർക്കാർ ഏർപ്പെടുന്ന സംവിധാനം. ഓലയും പറഞ്ഞുകാരല്ല. ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 30 ലക്ഷം. ആ ആളുകളെ മുഴുവൻ എന്ത് ചെയ്യണം? വേറെ സംവിധാനമൊന്നുമില്ല. ബസ്, പിന്നെ ഇനി മിനയിലേക്ക് മഷായി ട്രെയിനിൽ കൊണ്ടുപോകണ്ടോന്ന് അറിയില്ല. അപ്പൊ ബസ്സിന് ഇത്രയും ആളുകളെ കൊണ്ടുപോണ്ടേ? ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോകണം ഈ സമയത്തിനടുക്ക്. അപ്പൊ അതൊരു വലിയ പ്രയാസമുള്ള സംഗതിയാണ്. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള ആ ബാധ്യത അവരെ ഏറ്റെടുത്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഹാജിക്ക് കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള സൂക്ഷ്മത കൊണ്ടാണ് സൗദി ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അതിന് അനുസരിക്കേണ്ടവരാണ്. അപ്പൊ നമ്മളെ കുറ്റക്കാരല്ല. അള്ളാഹു കൂലി തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അതല്ല പിന്നെ നമ്മളാണ് കാത്തുനിന്ന് പിറ്റേന്ന് പോകാൻ വെച്ചാൽ അതൊന്നും നടക്കൂല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇന്ന് കൊണ്ടു നടത്താം. അങ്ങനെ നമ്മൾ മിനയിലെത്തുന്നു. മക്കയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. നടക്കുകയാണെങ്കിൽ നടന്നു പോകാനുള്ള വഴിയുള്ളൂ. മക്കത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സഫാ മർവന്റെ ഇടയിൽ മഹബിസുൽ ജിന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. ജിന്നിനെ പിടിച്ചു വെച്ച സ്ഥലം എന്നാണ് ആ പേരിന്റെ അർത്ഥം. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഹാജിമാർക്ക് അസീസിനെ കൊണ്ടുവരുന്ന ആൾക്കാർ ബസ് അവിടെ എത്തുക. ഒരു ബസ് സ്റ്റാൻഡ് അവിടെയാണ് മഹബിസുൽ ജിന്ന്. അതിന്റെ അടുത്താണ് ത്വരീഖുൽ മുഷാത്ത്, നടപ്പാത. അവിടെ മുതൽ അറഫ വരെ പന്തലാണ്. അരീസ് എന്ന് പറയും. എന്നാൽ ടണലുണ്ട്. ടണലല്ലാത്തടത്തൊക്കെ ഇരുമ്പിന്റെ കാല് നാട്ടിയിട്ട് മുകളില് ഷീറ്റ് ഇട്ടിട്ട് ഇത്രയും വഴിയൊരുക്കിയിട്ടുണ്ട്. അത് നടക്കാൻ വേണ്ടി മാത്രമുള്ള വഴിയാണ്. അല്ലാത്ത സമയത്ത് ഹജ്ജിന്റെ സീസൺ അല്ലാത്ത പോലെ ടാക്സി ബസ്സും ഒക്കെ പോണ് കാണാം. ഹജ്ജ് സമയം നമുക്ക് അതൊക്കെ നടക്കും. നടക്കാനായുള്ള വഴിയാണ്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് 10 തിരിച്ചു വരുന്ന ആളുകൾക്കും. അപ്പൊ അതിലങ്ങനെ നടന്നാലും എത്തും. പക്ഷെ ബസ്സിലാകുമ്പം ഈ ലീഡർമാർ പറയുന്നത് അവനനുസരിച്ച് പോകണം. പിന്നെ നമ്മളവിടെ ചെന്നിട്ട് മിന്നന്റെ ഒരുപാട് ഏകദേശം 2-3 കിലോമീറ്ററിലധികം വിസ്തൃതിയിൽ നീളത്തിലും ഇങ്ങനെ വിലങ്ങനെയും കിടക്കുന്ന ഭാഗമാണ്. 2 മലന്റെ ഇടക്കുള്ള ഭാഗമാണ് ഈ മിന എന്ന് പറയുന്ന ടെന്റ് കെട്ടിയ സ്ഥലം. അപ്പൊ നമ്മളവിടെ ചെന്നിട്ട് ഈ ടെന്റ് കണ്ടുപിടിക്കാനും ഏരിയ കണ്ടുപിടിക്കാനും പിന്നെ ടെന്റ് കണ്ടെത്താനൊക്കെ പ്രയാസമായിരിക്കും. നമുക്ക് തരുന്ന കാർഡിൽ ഏത് റോഡാണ്, അതിലേത് ഗല്ലിയാണ്, അതിൽ എത്രാം നമ്പർ ടെന്റാണ്, അതിൽ എത്രാം നമ്പർ റൂമാണ് എന്നൊക്കെ നമുക്ക് തരുന്ന ഹജ്ജ് വകുപ്പ് തരുന്ന കാർഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക. മുകളിൽ നല്ല ഹൈറ്റിലുള്ള നമ്മളെ ഇവിടെ കാണുന്ന ഈ പിന്നെ നെറ്റിന്റെ ടവർ, അതുപോലെ ഹൈറ്റിൽ കാണുന്ന വലിയ തൂണുകൾ കാണാം. അതൊക്കെ ദൂരെ നിന്ന് നോക്കിയാൽ കാണാം. അക്കുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ പോലും അത് പ്രയാസമാവും. നടന്നു പോകാൻ ഞാൻ പറയാം. അപ്പൊ അത്രയും ദൂരാണുള്ളത്. അവിടേക്ക് പോകുമ്പോ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മളെ ലഗേജ് ഒന്നും കെട്ടി വെച്ചുകൊണ്ടുണ്ട്. അതൊക്കെ റൂമിൽ തന്നെ വെച്ചാൽ മതി. ആവശ്യമായത് ഒരു പായ, പ്ലാസ്റ്റിക്കിന്റെ പായ, അങ്ങനെ വിരിപ്പോ എന്തെങ്കിലും അത് എടുക്കുക. നേരത്തെ പറഞ്ഞ തലേണ ആവശ്യം കൊണ്ടുപോകാം. ഇപ്പൊ അവിടെ തന്നെ കിട്ടും. പിന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, പിന്നെ ഒരു ജോഡി ഡ്രസ്സ് മതി. ഈ ദിവസങ്ങളിൽ ഇറാമിന്റെ വസ്ത്രമായിരിക്കുക. ഇറാൻ കഴിഞ്ഞ് തഹല്ലുലായിട്ട് നമ്മൾ 10 അന്ന് മാറണമെങ്കിൽ എങ്ങനെ ആ 2 ദിവസങ്ങളിൽ ധരിക്കാൻ ഇഹ്റാമിന്റെ തുണി ഒഴിവാക്കി വെച്ചിട്ട് മറ്റേ ധരിക്കാമെങ്കിൽ 1-2 ഡ്രസ്സ് കയ്യിൽ വേണം. ഉടുത്ത ഇഹ്റാമിന്റെ തുണിക്ക് പുറമെ ഒരു ഇഹ്റാമിന്റെ തുണി കൂടി കരുതുന്നത് നല്ലതാണ്. 1 എക്സ്ട്രാ. കാരണം എന്താ, 5-6 ദിവസം ഉണ്ടല്ലോ.
അതിനിടയ്ക്ക് എന്തെങ്കിലും അഴുക്കോ നജസോ ഒക്കെ ആയാൽ അയാളുടെ സാധ്യതകളുണ്ടാവും. ടോയ്ലറ്റൊക്കെ ആ നിലക്കുള്ള ടോയ്ലറ്റാണ് മിനിയിൽ. നമ്മൾ വിചാരിക്കുന്ന സംഗതി നടക്കൂല. അവിടെ പോയിട്ട് ഇങ്ങനെ വരി നിൽക്കണം, നീണ്ട വരി ഉണ്ടാവും. സുബൈക്കും ലോറ് ആ സമയത്തൊക്കെ ഉതിർക്കാൻ ഒരു 5-6 പൈപ്പ്, പിന്നെ ഒരു നിരക്കനെ കുറച്ച് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പം കുറെയൊക്കെ മാറ്റിയിട്ടുണ്ട്. മുമ്പൊക്കെ നേരത്തെ ഈ ഫൈബറിന്റെ ഒരു തരം പ്ലേറ്റ് സീറ്റാണ് കൊണ്ടുപോയി വെക്കല. അതിന്റെ ക്ലോസറ്റിലും നെയ്മ ഫിറ്റ് ആയത്. ഒരു നല്ല ഫോഴ്സിൽ വെള്ളം വരുന്ന ഒരു പൈപ്പ് ഉണ്ടാവും. വരി പുറത്തിങ്ങനെ വരിക്കുണ്ടാവും. നേർമയ്ക്ക് അവൻ പുറത്ത് മുട്ടും. പിന്നെ അവിടെ പല നാട്ടുകാരും വരും. നമ്മളെ കേരളം വിട്ടാൽ ക്ലോസറ്റ് കാണാത്ത, ജന്മത്തിൽ ക്ലോസറ്റിൽ കക്കൂസ് പോയിട്ടില്ലാത്ത മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ അത് വെള്ളം ഒഴിക്കേണ്ടി എന്നാ നോക്കൂല. ഓന്റെ കഴുകി മാത്രം പോലും ബാക്കി അവിടെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ വെള്ളം അടിക്കേണ്ടി വരും. ചിലപ്പോൾ അപ്പുറപ്പുറമൊക്കെ തീർച്ചയായിട്ടും വെറുതെ പറയണല്ല, മലം ഒക്കെ ഉണ്ടാവും, മൂത്രം ഉണ്ടാവും. അപ്പൊ നമ്മൾ വെള്ളം അടിച്ച് എന്നാക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് കീറില്ലാച്ചാൽ അവിടെ ബൈക്കിട്ട് നിർത്തുക എന്നല്ലാണ്ട് യാതൊരു രക്ഷയില്ല. 5 ദിവസത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല. അപ്പോ ഇതൊക്കെ നമ്മൾ സഹിക്കണം. പിന്നെ ഈ ടെന്റിനിടെ തന്നെ നടന്നു പോകാൻ ഏകദേശം ഒരു 1-1.5 മീറ്റർ 2 മീറ്ററിന്റെ അത്ര വീതിയുള്ള വഴികളുണ്ടാവും ഈ ടെന്റിന്റെ ഇടക്കൊക്കെ. അവിടെ ആൾക്കാർ ചെയ്തു കൂട്ടുന്നുണ്ടാൽ എന്തൊരു മനുഷ്യന്മാരാണിത്. അപ്പൊ ഞാൻ പറയാൻ അങ്ങനൊക്കെ പോയി നടന്നു വരുമ്പോ ചിലപ്പോൾ നമ്മളെ മേല് വസ്ത്രത്തിലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ മാറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു ജോഡി എക്സ്ട്രാ വേണം. കാരണം ഇഹ്റാമിലാണല്ലോ. അപ്പൊ ലഗേജ് കുറക്കുക എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ ഖുർആന്, മരുന്ന്, അത്തരം കാര്യങ്ങളൊക്കെ പിടിക്കുക. അപ്പൊ മഗ്രിബിന്റെ മുമ്പ് എത്തുക. നമ്മൾ നേരത്തെ തന്നെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ നമസ്കരിക്കുക. ടെന്റിൽ ഇങ്ങനെയുള്ള ഒരു റൂം 2ആയി ചിലപ്പോൾ തിരിച്ചിട്ടുണ്ടാവും. 25 ആൾക്ക് ഉള്ള ഒരു സ്ഥലമാണ് ഒരു റൂമാക്കി തിരിക്കുക. അത് പിന്നെ ഒരു ഗ്രൂപ്പിൽ 100 ആളുണ്ടെങ്കിൽ 100 ആൾക്ക് ഇടയ്ക്കുള്ള മറ ഒഴിവാക്കിയിട്ട് ഒറ്റ ആളാക്കി മാറ്റും. 150 ഇരുന്നുണ്ടെങ്കിൽ ഒന്നാക്കും. പിന്നെ അത് 2 ആക്കും. പെണ്ണുങ്ങൾക്ക് ഒരു ഭാഗവും ആണുങ്ങൾക്ക് ഒരു ഭാഗവും. അത് നമുക്ക് കാണൂല. ഒന്നായിട്ട് കറണ്ടുണ്ടാവും. മുമ്പ് അവിടെ ഫാനായിരുന്നു. ഇപ്പൊ ഫുള്ള് നല്ല തണുപ്പുള്ള കൂളറും AC-യും ഒക്കെ അതിനകത്തുണ്ട്. ചൂടെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. നിലത്ത് മണലാണ് അടിയിൽ മാന്തിയാ കിട്ടുക. അതിന്റെ മേലെ നല്ല കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ കാർപ്പറ്റ് മാത്രമല്ല, ചെറിയ കിടക്കാനുള്ള ബെഡ്, ഗോതടി, തലയണ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും അതിൽ നമുക്ക് കിടക്കാൻ കഴിയും. കാരണം ഇത് സ്പോഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെ അടിക്കും. ആ പതിനെടുക്ക് പോകണം. ഭക്ഷണം കഴിച്ചാൽ വെള്ളമോ ഗ്ലാസ്സൊക്കെ വെച്ചാൽ മറിഞ്ഞു പോകും. അങ്ങനെ ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് ഒരു 50 ആള് കിടക്കണം. മുടി വരുന്നത് ഇവിടെ കിടക്കാണ്ടാകുക ഒരു 50 ആൾക്ക് കിടക്കാനുള്ള. അതായത് ചെന്നാൽ എന്താ പറയാന്ന് വെച്ചാൽ ഖബറ് മനസ്സിൽ കാണാനാ പറയാ. ആദ്യം അമീർമാര് പറയും ഖബർ മനസ്സിൽ കാണാൻ. ഖബറിൽ എത്ര സ്ഥലം ഉണ്ടാവും? നേരെ കിടക്കാൻ പറ്റുമോ? ഇല്ല, ചെരിഞ്ഞ് കിടക്കാൻ. അപ്പൊ ആ ചെരിഞ്ഞ് കിടക്കാനുള്ള, ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കാനുള്ള സ്ഥലം അവിടെ നമ്മളെ ബാഗ് വെക്കണം, നമ്മളെ സഞ്ചിക്കെട്ട് വെക്കണം, വെള്ളത്തിന്റെ കുപ്പി ഉണ്ടാവും വെക്കണം, ഡ്രസ്സ് അയച്ചു വെക്കാൻ വേറെ സ്ഥലമില്ല, അതൊക്കെ അവിടെ തന്നെ വെക്കണം. പെന്ന്, മൊബൈൽ, പേഴ്സ് എല്ലാം. ആകെ 2 പ്ലഗ് ഉണ്ടാവും ഒരു ഇതിന്റെ ഉള്ളിൽ. ചിലപ്പോ 1 അല്ലെ 2. എന്തിന്? ഈ ആളുകൾക്കൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാൻ. അത് മാറി മാറി അങ്ങനെ വെച്ചുകൊടുക്കന്നെ. അതാണ് അതിന്റെ സൗകര്യം തന്നെ. നിസ്കരിക്കാൻ ഈ പറഞ്ഞ ബെഡ് ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. അപ്പം പലപ്പോഴും ബെഡ് ഒന്നായിട്ട് എടുത്തിട്ട് പുറത്ത് ഈ പറഞ്ഞ വഴിയുണ്ടല്ലോ, ആ വഴിയിൽ അട്ടിക്ക് ഇങ്ങനെ ഇടും. നല്ല ഹൈറ്റില് ഫുള്ള് പുറത്ത് ഒഴിവാക്കും. തലയണ ചിലപ്പം വെക്കും, അല്ലെ അത് ഒഴിവാക്കും. എന്നിട്ട് നിലത്ത് തന്നെ കിടക്കുക. എന്ന് പറഞ്ഞാൽ ബെഡ് കിട്ടിയാലും കിടക്കാൻ സുഖം ഉണ്ടാവില്ല. അത്രയും സ്ഥലമില്ലാണ്. എല്ലാവരും കൂടെ ബെഡിനെ കഴിയില്ല. അപ്പൊ പിന്നെ നിലത്ത് കിടക്കുക. അപ്പൊ 5 ദിവസം അങ്ങനെ കിടക്കാം. അതാണ് അവിടുത്തെ, അതായത് ഒരു മഹ്ശർ മനസ്സിൽ കാണാൻ, ഖബർ മനസ്സിൽ കാണാൻ. ഇതൊക്കെ ഓർമ്മിക്കാവുന്ന, ഓർമ്മപ്പെടുത്തുന്ന സംഗതികളാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പല ഐറ്റം കൂർക്കം വലികൾ. അപ്പൊ ഓർക്ക് വരാത്തണ്ട് ഒരു രക്ഷയില്ല. അടക്കെടുക്കുക, കുത്തിരിക്കുക, എങ്ങനെ നേരം പിടിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ പറ്റും. മിനന്റെ ഇടയിൽ 3 പാലങ്ങളുണ്ട്. കുബിരി എന്നാണ് അവിടെ കൊളോക്കിയൽ ഭാഷ പറയുക. അറബിയിൽ, സ്ഫുടമായ അറബിയിൽ കുബിരി എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. കുബിരി. അവിടെ 3 രാജാക്കന്മാരെ, കുബിരി ഫൈസൽ, കുബിരി ഖാലിദ്, കുബിരി അബ്ദുള്ള എന്ന് പറയും. അങ്ങനെ 3 രാജാക്കന്മാരുടെ പേരിലുള്ള ഈ മിനന്റെ, ഇതിപ്പോ അസീസി അങ്ങേ ഭാഗം, ഇത് മിന, ഇതിന്റെ അപ്പുറത്ത് മറ്റേ ഭാഗം അറബ് നടക്കണം അങ്ങോട്ടൊക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഹജ്ജിന്റെ സമയത്തൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ടും പോകാനും ഫയർ സർവീസ്, മറ്റേ മറിച്ച് പോലീസ്, എല്ലാ ആൾക്കാർക്കും ഇവിടെ എത്തണ്ടേ. അതിന് ഈ വലിയ 3 പാലങ്ങളാണ്. ആ പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് പോയിട്ട് അതിന്റെ മുകളിൽ കയറി കിടക്കാം. ഫുട്പാത്ത് കിടക്കുക ചില സ്ഥലത്ത് കിട്ടും. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം കിടന്നിട്ടുണ്ട്. കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മിനെ കിടന്ന് പുറത്തിറങ്ങി വന്ന് ബോർഡൊക്കെ ഇങ്ങനെ നോക്കുമ്പോ മുസ്ദലിഫ എന്ന് കാണുന്നുണ്ട്. എവിടെ കിടക്കേണ്ടത്? മിനയിൽ. പക്ഷെ പുറത്തിറങ്ങി നോക്കുമ്പോ അപ്പുറത്താണ് മുസ്ദലിഫന്റെ ബോർഡ് കണ്ട്. മിനയിലാണ് താമസിക്കേണ്ടത്. പക്ഷെ എവിടെ ടെന്റ് കിട്ടി? മുസ്ദലിഫ. പണ്ട് ളേക്കാൾ ആളുകൾ കൂടുന്നു, പക്ഷെ മിന വികസിച്ചോ? ഇല്ല, മിന പഴയ മിനന്നെ. അപ്പൊ അവിടെ ആൾക്കാരെ കൊള്ളിക്കണം. അപ്പൊ ആ കൊള്ളിക്കാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് GCC-യിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെ വലിയ പൈസ കൊടുത്ത്, സൗദിയിൽ നിന്നാണെങ്കിലും 3-4 കാറ്റഗറി ഉണ്ട്. 6000, 8000, 10000 റിയാൽ.
അവിടുന്ന് പോണ ആളുകൾ പൈസ കൊടുക്കണം. സൗകര്യത്തിന് അനുസരിച്ച് പൈസ വ്യത്യാസമുണ്ട്. 6 മുതലാണ് തുടങ്ങുന്നത്. 6, 8, 10 എൻ്റെ ഓർമ്മ. 10,000 രൂപ നമ്മൾ അടുത്ത 10 × 22 എത്ര 2, 2, 25. ഇത് സൗദിന്ന് പോകണം. നമ്മൾ പിന്നെ അവിടുന്ന് 3.25 എംബോ കൊടുക്കണേ പറഞ്ഞിട്ടുണ്ടോ. പ്ലേറ്റും കാരണം ഓൻ അവിടെ ഉള്ള സൗകര്യം, അപ്പൊ സൗകര്യം കൂടും. അങ്ങനത്തെ ആളുകൾക്ക് ജംറന്റെ അടുത്ത് മുന്നിൽ ഹൈഫ് മസ്ജിദിന്റെ അടുത്തായിട്ട് അവിടെ അവർക്ക് നല്ല സൗകര്യം ഉണ്ടാവും. അല്ലാത്തവർക്കൊക്കെ ഇതാ സ്ഥിതി. അപ്പൊ അവിടെ ആളുകളെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരുടെ പത്തവ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം അല്ലെങ്കിൽ പിന്നെയാണ് നിസ്കരിക്കുക, പള്ളിയുടെ പുറത്ത് നിസ്കരിക്കുക, ജമാഅത്തിന്റെ കൂലിട്ടും പള്ളീന്റെ കൂലിട്ടും എന്നുള്ള വേറെ വിഷയം. അപ്പൊ അതേപോലെ മിനെ സ്ഥലമില്ലാത്തത് കൊണ്ട് ആളെ ഉൾക്കൊള്ളിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മുസ്ദലിഫിന്റെ ഭാഗത്തേക്ക് കൂടി അങ്ങോട്ട് നീട്ടി ടെൻഡടിച്ചു. അപ്പൊ GC ചേരുന്ന ആളുകളും ഞാൻ അന്ന് കുഴിത്ത് വന്നപ്പോഴാണ് ഇത് പെട്ടത്. അപ്പൊ ഇത് കിടന്നിട്ടൊരു സുഖം. ആൾക്കാർ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് ഇതിന് പണ്ഡിതന്മാരെ 10 ഫണ്ട് ഇങ്ങനെ വിഷയം എന്ന് പറഞ്ഞിട്ട് ഓലക്കാർ കിടന്നിറങ്ങി. ഓലക്ക് ഉറങ്ങിയതിനു ശേഷം ഞാനും മറ്റവൻ കൂടി എണീറ്റിട്ട് ഈ കുബിരിന്റെ മുകളിൽ പോയി. അങ്ങനെ എല്ലാ ദിവസവും ഈ പാലത്തിന്റെ മുകളിൽ ലൈറ്റിന്റെ അടിയിൽ ഫുട്പാത്തിൽ കിടന്നിറങ്ങിയതാ. എന്തിന്? ഒരു റാഹത്തിന്, മിനന്റെ ഉള്ളിൽ തന്നെ ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ടെന്റിന്റെ ഉള്ളിലുള്ള അവസ്ഥയും ടോയ്ലറ്റ്, കുളിമുറി ഒക്കെ സൗകര്യം. കുളിക്കുക എന്നുള്ളത് ആ ദിവസങ്ങളിലൊന്നും നടക്കൂല. ദിവസം 2, 3 കുളി കുളിക്കാൻ രക്ഷയില്ല. കുളിമുറിയായിട്ട് മിനയിലില്ല. പിന്നെന്താ ഉള്ളത്? ഇപ്പറഞ്ഞ കക്കൂസ്, ഇപ്പറഞ്ഞ വൃത്തി സൗകര്യമുള്ള കക്കൂസാണ്. കുളി അവിടെ ഒരു പ്രതീക്ഷിക്കേണ്ട സംഗതിയല്ല. അപ്പൊ അതാണ് മിന. ഈ മിനയിലാണ് ഇപ്പറഞ്ഞ 8ഉം പിന്നെ 9 9 മുസ്ദലിഫിൽ 10, 11, 12 4 ദിവസം ഉറങ്ങേണ്ട സ്ഥലമാണ്. അവിടെ നമസ്കാരം എന്ത് ചെയ്യുന്നു? ജമാഅത്തായി നമസ്കരിക്കുന്നു. ജമാഅത്തായി നിസ്കരിക്കാൻ ഈ പറഞ്ഞ ടെന്റിൽ വെച്ചാണ് നമസ്കാരം നടക്കുക. ഓരോ ഇവിടെ ജമാഅത്ത്, അപ്പുറത്തെ ജമാഅത്ത്, എത്ര റൂമുണ്ടോ ഓരോ റൂമിലും ഓരോ ജമാഅത്ത്. കാരണം എല്ലാവരും കൂടെ ജമാഅത്താക്കാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പല സമയത്തായിരിക്കും. പിന്നെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചാൽ ജംറന്റെ അടുത്ത് മിനന്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് മക്കയോട് ചേർന്ന ഭാഗത്താണ് ടെന്റ് കിട്ടുന്നതെങ്കിൽ അങ്ങേറ്റത്താണെങ്കിൽ അത്രയും നടക്കണം. അങ്ങോട്ട് കയറിയാൻ 2-3 കിലോമീറ്റർ കയറിയാൻ നടക്കണം, തിരിച്ചങ്ങോട്ട് നടക്കണം. മുൻഭാഗത്തിട്ടാണെങ്കിൽ എളുപ്പമായി. അവിടെ ഒരു പള്ളിയുണ്ട്. ഏതാണ്? മസ്ജിദുൽ ഹൈഫ്. 70ഓളം നബിമാർ അവിടെ നേരത്തെ പറഞ്ഞ പോലെ പല സമയങ്ങളിലായി നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ആ പള്ളിയെ കുറിച്ച് നബി പറഞ്ഞതായി ഹദീസ് കാണാം. പണ്ടേ ഉണ്ടായിരുന്ന പള്ളിയാണ്. ആ സ്ഥലത്ത് ഇന്ന് വിസ്തൃതമായ 10,000-ത്തിലധികം ആളുകൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന നല്ല സൗകര്യത്തോടു കൂടിയ പള്ളിന്റെ ആണുങ്ങൾക്കും പിള്ളേർക്കും അവിടെ പോകാം. അവിടെ നിസ്കാരം നടക്കും. അപ്പൊ അവിടെ അടുത്താണെങ്കിൽ ആ പള്ളി പോയി നിസ്കരിക്കുക, അല്ലെങ്കിൽ റൂമിൽ അതേ സ്ഥലത്ത് തന്നെ നമസ്കരിക്കുക. അപ്പോ കൂട്ടത്തിലാണെങ്കിൽ അവിടെ ജമാഅത്ത് നടക്കും. കൂട്ടത്തിലൊരാൾ അമീർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇമാമായി നിൽക്കുമ്പോൾ നിസ്കാരത്തിൽ കൂടാ. വേറെ